അതേപോലെ തൊഴിലാളി വർഗം എന്ന് പറയപ്പെടുന്ന ഒരു ഗണത്തിൻ്റെയും മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ്. 1955 ജൂലൈ മാസം 23-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ നമ്മളിത് ആരംഭിക്കുന്നത്. നമുക്കിവിടെ വച്ചിരിക്കുന്ന ചിത്രത്തിൽ ദത്തോപന്ത് ഠേംഗഡിജിയെ കാണാം. ഠേംഗഡിജി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകനായിരുന്നു, ഫുൾ ടൈമറായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന് സംഘത്തിൻ്റെ ശാഖാപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം വന്നത് കോഴിക്കോട് ജില്ലയിലാണ്, മാങ്കാവിൽ. അവിടെ സംഘത്തിൻ്റെ ശാഖ തുടങ്ങാൻ സമയത്ത് അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നത്, വന്നു ചേർന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനുമായി ബന്ധമുള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ വീട്ടിലൊക്കെയാണ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഞാനിങ്ങനെ RSSൻ്റെ പൂർണ്ണസമയ പ്രവർത്തകനാണെന്ന് പറഞ്ഞത് ഇത് അങ്ങനെ നേരെ പോകുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല, ഇങ്ങനെയൊന്നും സംഘടിപ്പിക്കാനൊന്നും സാധിക്കില്ല, അതുകൊണ്ട് തിരിച്ചു പോകുന്നതാണ് നല്ലത്, നന്നായിട്ട് പഠിച്ച് എന്തെങ്കിലും ജോലിയൊക്കെ നേടി ജീവിക്കുന്നതായിരിക്കും ഉചിതം എന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട്. അദ്ദേഹം പറഞ്ഞു, നോക്കട്ടെ, കാരണം ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരം ഇന്ന് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. അതിനെ പുനരുജ്ജീവിപ്പിക്കണം. മാത്രവുമല്ല, വരുന്ന തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായി സ്വതന്ത്രമായി നീതിപൂർവകമായിട്ട് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖ 40കളിൽ കേരളത്തിൽ ആരംഭിച്ചത്, കോഴിക്കോടാണ് ആരംഭിച്ചത്. ഇന്ന് 10,000-കണക്കിന് ശാഖകളും ഉപശാഖകളുമായിട്ട്, പ്രഭാത ശാഖയും സായം ശാഖയും രാത്രിയുമൊക്കെ ആയിട്ട്, അതുപോലെ ആഴ്ചയ്ക്കുള്ള ശാഖകളൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഘത്തിൻ്റെ പ്രവർത്തനമുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ്, 40കളുടെ അവസാനമാണ് ഭാരതീയ മസ്ദൂർ സംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് തന്നെ അന്നത്തെ പ്രബലമായിട്ടുള്ള ചില തൊഴിലാളി സംഘടനകളിലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഠേംഗഡിജിയെ സംഘം നിയോഗിച്ചു. അങ്ങനെയാണ് INTUC-യും CITU-യും പോലുള്ള സംഘടനകളെ കുറിച്ച് പഠിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ? അതിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംഘടനകളെ കുറിച്ച് പിന്നീട് ഠേംഗഡിജി തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ നേതൃത്വത്തിന്, നേതാക്കന്മാർക്ക് ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. CITU എന്ന് പറയുന്ന തൊഴിലാളി സംഘടന മാത്രമല്ല, അതിൻ്റെ മാതൃസംഘടനയായിട്ടുള്ള CPIM എന്ന് സംഘടനയിൽ ഈ കോഴിക്കോട് തന്നെ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, കോട്ടൂളിയിൽ ഒരു ചുമതലപ്പെട്ട വ്യക്തി പ്രമോദ് എന്ന് പറയുന്ന ഒരാള് ആദ്യം PSC മെമ്പർ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളതാണ്. പിന്നീട് അത് കിട്ടില്ല എന്നായ സമയത്ത് ആയുർവേദ വിഭാഗത്തിൽ DMO ആയിട്ട് സ്ഥാനം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിലനിർത്തി. പക്ഷെ കൊടുത്ത പൈസ കാണാതെയാവുന്നു, കിട്ടാതെയാവുന്നു, അതിന് മറുപടിയില്ല, വ്യക്തതയില്ല എന്ന് വന്നപ്പോഴാണ് ആക്ഷേപവുമായിട്ട് ആളുകൾ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. പ്രമോദിനെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. പ്രമോദ് അഴിമതിക്കാരനാണോ അല്ലയോ എന്നുള്ളത് പാർട്ടി മാത്രം തീരുമാനിച്ചാൽ പോരാ എന്നുള്ളതാണ്. ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്,
പക്ഷെ ഭരിക്കുന്ന പാർട്ടികൾ സാധാരണ ചെയ്യാറുള്ളത് ആ പാർട്ടിയിൽ അങ്ങ് തീരുമാനിക്കും, എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അല്ലെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയും. കുറച്ച് കഴിയുന്ന സമയത്ത് മുൻവാതിലൂടെ പുറത്താക്കിയവനെ പിൻവാതിലൂടെ അകത്ത് കയറ്റി വെക്കും. അതെല്ലാ മേഖലയിലുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്. കൈക്കൂലിയും അന്യായവും കെടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെ നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കി എന്ന് മാത്രം നമ്മൾ വായിക്കും പത്രങ്ങളിലൂടെ. അകത്തേക്ക് വരുന്നത് എതിലെയാണെന്ന് കാണുന്നില്ല. ഇങ്ങനെ ഒരുത്തനെ പുറത്താക്കിയ സമയത്ത് അയാൾ പറയുന്നത് ഇതിന് പിന്നിൽ വേറെ ആളുകളുണ്ട്. ആരാണ് ആളുകൾ? അദ്ദേഹം പറയട്ടെ. പറയുമ്പോഴാണ് നമുക്ക് മന്ത്രിമാരുടെ പേരുകൾ കിട്ടും. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും നാളെ. നമുക്കറിയുന്നതാണ്, കേരളത്തിൽ ടി.പി. ചന്ദ്രശേഖരനെ പോലെയുള്ള കൂടെ ജീവിക്കുകയും കൂടെ ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് ഉറങ്ങുകയും ജീവിച്ചിരുന്നവരെ പാർട്ടി നടത്തിയിട്ടുള്ള അഴിമതികളും അതേപോലെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുമൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളെ ആ പാർട്ടിയിൽ നിന്ന് മാറുന്നതോട് കൂടിയിട്ട് കൊന്നുകളയാണ് ചെയ്യുന്നത്. ആ കുടുംബത്തെ തന്നെ നശിപ്പിച്ചു കളയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുന്നുണ്ട്, ബോധവാന്മാരാണ് എന്നുള്ളതും കൂടെ ചിന്തിക്കുക. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല പ്രവർത്തനങ്ങളിലും അമ്മമാരിവിടെ ഏറെ ആളുകളുണ്ടെങ്കിലും ആ അമ്മമാര് തന്നെ നിരന്തരമായ വാർത്തകൾ ശ്രദ്ധിക്കാത്തവരാണ് ഭൂരിപക്ഷം ആളുകൾ. ഒരുപക്ഷെ അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ പണിയാണെങ്കിലും പുറത്ത് ജോലിക്ക് പോവുകയാണെങ്കിലും ഒക്കെ തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കുറച്ചെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ടി വിയിലെ വല്ല സീരിയലുകൾ കണ്ട് അല്ലേ, അങ്ങനെ സീരിയലിലുള്ള ദുഃഖങ്ങളൊക്കെ തൻ്റെ ദുഃഖങ്ങളാണെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ കിടന്നുറങ്ങുക ചെയ്യുക. അതുകൊണ്ട് നാട്ടിലെന്ത് സംഭവിക്കുന്നു എന്നറിയുന്നില്ല. നാളെ നമ്മുടെ നാട് എങ്ങോട്ട് പോകും എന്നറിയുന്നില്ല. സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ നാളെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സാധിക്കുമോ? ഇതുവരെ നമ്മൾ ജീവിച്ചു ഏതാണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം 1925 മുതൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് ഭാരതത്തില് സംഘത്തിനെ അതിജീവിക്കാൻ പോരുന്ന, ഭാരതത്തിലെന്നല്ല ഏഷ്യയിലെന്നല്ല ലോകത്ത് തന്നെ മറ്റൊരു പ്രസ്ഥാനമില്ല, ഒരു സംഘടനയില്ല. പക്ഷെ എത്രത്തോളം ആ സംഘടനയുടെ നേരിട്ടുള്ള പ്രവർത്തനങ്ങളിലായാലും അനുബന്ധ പ്രവർത്തനങ്ങളിലായാലും പരിവാർ സംഘടനകൾ, ആ പരിവാർ സംഘടനയിൽ ഒന്നാണ് ഭാരതീയ മസ്ദൂർ സംഘം. രാഷ്ട്രീയ രംഗത്ത് ഭാരതീയ ജനതാ പാർട്ടി, കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനത്തിൽ ബാലഗോകുലം, വിദ്യാഭ്യാസ രംഗത്ത് ഭാരതീയ വിദ്യാനികേതൻ അല്ലെങ്കിൽ വിദ്യാഭാരതി, ഇങ്ങനെ 40-ലധികം സംഘടനകൾ ഭാരതത്തിലുണ്ട്. വിശ്വ പരിഷത്തായിട്ടും കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് ബാലഗോകുലവും അതുപോലെ ഹിന്ദു ഐക്യവേദിയും ഒക്കെ കേരളത്തിലാണുള്ളത്. മറ്റു പ്രദേശങ്ങളിൽ വേറെ പേരുകളിൽ ചില രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സംഘടനകളിൽ നമ്മൾ എത്രത്തോളം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാണ് എല്ലാ ദിവസത്തെയും വാർത്തകൾ നമ്മൾ കാണണം എന്ന് പറഞ്ഞത്. പലപ്പോഴും ഏതെങ്കിലും ഒരു വാർത്ത വരുന്ന സമയത്ത് അമ്മമാരോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോ നമുക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇടക്കാലത്ത് ഒരു 10-20 വർഷം മുൻപ്, 10-15 വർഷം മുൻപ് ഡൽഹിയിൽ വലിയ ഒരു ഭൂമി കുലുക്കം ഉണ്ടായി. അപ്പൊ ഹിമാലയം വിറച്ചു എന്ന് പറഞ്ഞിട്ടാണ് പത്രമാധ്യമങ്ങളൊക്കെ മലയാളത്തിൽ അതിന് തലക്കെട്ട് കൊടുത്തത്. അപ്പൊ അതൊരു വീട്ടിൽ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന അമ്മ ഇത് ഹിമാലയം വിറച്ചു, ഡൽഹിയിൽ ഭൂമി കുലുക്കല്ലേ എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോൾ കൂടെയുള്ള ആള് ചോദിച്ചല്ലേ നിങ്ങളൊന്ന് ശരിക്കും വായിച്ച അത് ഡൽഹിയിലല്ലേ, നമുക്കെന്താ? പക്ഷെ നമ്മുടെ വീട്ടിൽ കുലുങ്ങുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. നാളെ എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാവുന്നു നാലുപാടുകളിൽ.
സമൂഹത്തിൽ വരുന്ന പല ദുരന്തങ്ങളും ഇന്നിപ്പോ നമ്മുടെ വീടിന്റെ വാതിലിൽ വന്ന് മുട്ടിയിരിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ വിപത്തുകളുണ്ട്. മയക്കുമരുന്ന്, പണ്ടൊരു കാലത്ത് കഞ്ചാവിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, മദ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, ബിവറേജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചതെങ്കിൽ, ഇന്ന് മയക്കുമരുന്നിന്റെ അങ്ങേയറ്റത്ത് മനുഷ്യനെ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത തരത്തിൽ യുവതി യുവാക്കന്മാരെ മുഴുവൻ തകർത്ത് കളയുന്ന, നശിപ്പിച്ചു കളയുന്ന മയക്കുമരുന്നാണ് കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ സമഗ്രമായിട്ട് സാർവത്രികമായിട്ട് എല്ലാവരിലും കിട്ടാനുള്ളത്. ഒന്നും ചെയ്യാനില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയാണ്, എത്രയാണ് പിടിക്കുക, എന്താണ് ചെയ്യുക, എത്ര ആളുകളെയാണ് നമ്മൾ ജയിലിലേക്ക് അയക്കുന്നത്. ഒരു 6 മാസത്തേക്കോ 6 കൊല്ലത്തേക്കോ ഒരുത്തന്നെ ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അതിനേക്കാൾ വലിയ കച്ചവടത്തിലേക്ക് അവൻ പോവുകയാണ്. ഇവിടെ മനസ്സിനെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച് പഠിക്കാനോ അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരു സംഘടനയിലും നടക്കുന്നില്ല. അവിടെയാണ് ഭാരതീയ മസ്ദൂർ സംഘം പോലെയുള്ള സംഘടനകൾ കുടുംബ സംവിധാനത്തിലേക്ക് വരുന്നത്. നമ്മൾ കുടുംബയോഗം എന്ന നിലയ്ക്ക് ഇരിക്കുന്നത് തന്നെ അതാണ്. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും ഇന്ന് ആണെങ്കിൽ 2 മക്കളാണ് കൂടി വന്നാൽ, അതിനപ്പുറത്തേക്കില്ല. പക്ഷെ 4 ആളല്ലേ 5 ആള് എങ്ങനെ ജീവിക്കുന്നു? രാവിലെ വീട്ടിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആരാണ് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്? മക്കളെ എഴുന്നേൽക്കുന്നുണ്ടോ മക്കള്? അല്ലെങ്കിൽ അമ്മ എത്ര മണിക്ക് എഴുന്നേൽക്കും, അച്ഛൻ എത്ര മണിക്ക് എഴുന്നേൽക്കും? അത് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ്? നമ്മളെ സാംസ്കാരികമായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും ഒക്കെ ശുദ്ധീകരിച്ച്, അമ്മമാരും അധികം ചെറിയ പെൺകുട്ടികളൊന്നും ഇവിടെ ഇല്ല, യുവ നിരക്ക് മുകളിലേക്കുള്ളവരാണ്. സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന നമ്മളെ കുടുംബസംഘമൊക്കെ ആകുമ്പോൾ ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കണം, നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് വരണം. ചില സ്ഥലങ്ങളിലൊക്കെ പരിപാടികൾക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ അത് പതുക്കെ പറയുന്നത് ദൂരേക്ക് കേൾക്കാതിരിക്കാനാണ്, പോയി കഴിഞ്ഞാൽ ഈ വയസ്സന്മാർക്ക് മാത്രമുള്ള എന്തോ ഒരു പദ്ധതിയും പരിപാടിയായിട്ട് ചിലതങ്ങ് മാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ചുമതലയാണ് എനിക്കുള്ളത്. പലയിടത്ത് ചെല്ലുമ്പോഴും റിട്ടയറൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഉറക്കം വെക്കുകയാണ്. അപ്പോൾ ഒരു പരിപാടി നടത്തിയിട്ട് കാര്യമില്ല, കാരണം അവരൊക്കെ കടന്നു പോകാനായി. അടുത്ത തലമുറ എവിടെയാണുള്ളത് നമുക്ക്? അപ്പം രാവിലെ വീടും പരിസരവും ശുചിയാക്കി കുളിയും കഴിഞ്ഞ് പൂജാമുറിയിലോ വിളക്കിനരികിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്കോ പോകുന്ന ഒരു സംസ്കാരം നമുക്ക് ഉണ്ടോ? ഒരു കുടുംബം എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പരിസരത്തിൽ ക്ഷേത്രത്തിനോടുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? അതിനോടുള്ള ആഭിമുഖ്യം എങ്ങനെയാണ്? അവിടെ നമ്മൾ എത്തിച്ചേരുന്നത് എന്തിനു വേണ്ടിയാണ്? സമൂഹത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രത്തിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇന്ന് ഒരു വീട്ടിൽ തന്നെ അച്ഛനും മക്കളും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞു വരികയാണ്. ഈ ഇടക്കാലത്താണ് ആരോ പറഞ്ഞത്, പിന്നെ അച്ഛൻ മരിച്ച ഞാൻ വാട്സപ്പിലാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം അച്ഛൻ മരിച്ച കാര്യമാണ്. പിന്നെയാണോ അടുത്ത വീട്ടുകാരൻ്റെ കഥ അറിയുന്നത്, കുടുംബക്കാരൻ്റെ കഥ അറിയുന്നത്? ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോകുന്ന തിരക്കാണ്, തിരക്ക് പിടിച്ച് വേണമെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ സംവിധാനവും കൂടെ ഉള്ളത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പൈസ അയച്ചു കൊടുക്കും. എനിക്ക് വരാൻ നേരമില്ല എന്നൊരു മെസ്സേജും കൊടുക്കും. സ്വന്തക്കാരൻ്റെ കല്യാണത്തിന് വരെ എല്ലാവരും തമ്മിൽ കൂടി യോജിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇന്ന് ഒറ്റപ്പെട്ട ജീവിതമാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം. ഇന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏത് സംഘടനകളെ ശ്രദ്ധിച്ചാലും കാണാം, ഭാരതീയമായ സാംസ്കാരിക അടിത്തറയിൽ അല്ലാത്ത സംഘടനകളെല്ലാം സ്വന്തം കാര്യത്തിന് മാത്രം നിലനിൽക്കുന്ന സംഘടനകളാണ്. നേതാക്കന്മാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. അവിടെയാണ് ചിന്തിച്ചത് ഭാരതീയ മസ്ദൂർ സംഘം ഒരു കുടുംബം എന്ന നിലയിൽ എന്തെല്ലാം സംശുദ്ധി നിലനിർത്തണം, ഏതൊരു സംസ്കാരം നിലനിർത്തണം, ആ സംസ്കാരത്തോടെയും ആത്മബന്ധത്തോടെയും സ്നേഹത്തോടെയും ഇഴയടുപ്പത്തോടെയും കൂടെ മുന്നോട്ട് പോകുക. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു ഭക്ഷണ പദാർത്ഥം പാകം ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്.
സന്ധ്യയ്ക്ക് ഒന്നിച്ച് നാമം ജപിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ വീട്ടിലുണ്ടോ? നമ്മളെ വീട്ടിലൊരു തുളസിത്തറയുണ്ടോ? നമ്മൾ അത്തരത്തിലുള്ള ചെടികളോടും വൃക്ഷങ്ങളോടും സഹജീവികളോടുമുള്ള പെരുമാറ്റം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഇതെല്ലാം നമ്മുടെ കുടുംബ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതേപോലെയാകണം തൊഴിലാളികൾ എന്നുള്ളതാണ്. കാരണം ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം അന്നും ഇന്നും എന്നും 70% തൊഴിലാളികളുള്ള രാഷ്ട്രമാണ്. ഭാരതത്തിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അന്നും ഇന്നും പറയുന്നത് കൃഷിയിലാണ് ഭാരതത്തിന്റെ നട്ടെല്ലിരിക്കുന്നത്. അതാണ്. ആ നട്ടെല്ല് ഇന്ന് നശിക്കുന്നുണ്ട് എങ്കിൽ അത് കേവലം വ്യവസായവൽക്കരണത്തിലൂടെയല്ല, ചൂഷണത്തിലൂടെയാണ്. ഒരു കാലത്ത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഇഴയടുപ്പത്തോടു കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്, പരസ്പരം ഭാവയന്ത പരമശ്രേയവാപ്സ്യത. മനുഷ്യരും തമ്മിലും, മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും മനുഷ്യരും പ്രകൃതിയും ഒക്കെ തമ്മിലുള്ള പാരസ്പര്യ ഭാവം, സ്നേഹം എന്നല്ല, പാരസ്പര്യം എന്നാണ് പറയുന്നത്. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രണയം, അതാണ് പാരസ്പര്യം എന്ന് പറയുന്നത്. ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. സംരക്ഷിക്കേണ്ടതിനെ സംരക്ഷിക്കുകയും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചർ. കൃഷി എന്നുള്ളതിന് ഇംഗ്ലീഷിലും അങ്ങനെയാണല്ലോ പറയുക, അഗ്രികൾച്ചർ എന്നാണ് പറയുക. അതൊരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലൂടെ ഇക്കോളജി അല്ലെങ്കിൽ പ്രകൃതി ശാസ്ത്രത്തിനെ അല്ലെ പരിസ്ഥിതി ശാസ്ത്രത്തിനെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഒരു സംസ്കാരം ഭാരതത്തിനുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ നക്ഷത്രങ്ങളുടെ ചേർന്ന് അല്ലെങ്കിൽ നാളിനോട് ചേർന്നിട്ട് ഒരു വൃക്ഷം ഉണ്ടാവും, ഒരു പക്ഷി ഉണ്ടാവും, ഒരു മൃഗമുണ്ടാവും, ഒരു ജീവി ഉണ്ടാവും, പഞ്ചഭൂതങ്ങളിൽ ഒന്നുണ്ടാവും. ഇങ്ങനെ 5 സാധനങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെയൊക്കെ നാളിൻ്റെ വൃക്ഷം ഏതാണ്, പക്ഷി ഏതാണ്, മൃഗം ഏതാണ്? അതിനെ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഇക്കോളജിയാണ്. ഇപ്പം ഈ കർക്കിടക മാസത്തിൽ നമ്മളൊക്കെ തന്നെ ശീബോധിക്ക് വെക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് ദശപുഷ്പങ്ങളിൽ ചിലത് പറിച്ചിട്ട് നമുക്ക് ചുറ്റുവട്ടത്ത് കിട്ടുന്ന നമ്മുടെ മുറ്റത്ത് മൺമുറ്റത്തുള്ള ചില ചെടികളുണ്ട്. പൂവാങ്കുറുന്നല്, നിലപ്പന, ഇങ്ങനെയുള്ള 10 ചെടികൾ. ആ 10 ചെടികൾ ഏതെങ്കിലും പറിച്ചിട്ട് വിളക്ക് കത്തിച്ച് അതിനരികിൽ കിണ്ടിയിൽ വെള്ളം വെച്ച് അതിനടുത്ത് രാമായണ ഗ്രന്ഥവും വെച്ച് ആ വെള്ളത്തിലോ കിണ്ടിയുടെ വാലിലോ ഒക്കെ പൂക്കളെ ഒക്കെ കുത്തിവെക്കി, ചെടികളെ കുത്തിവെക്കുക. ദശപുഷ്പം എന്നാണ് പറയുന്നതെങ്കിലും ചെടികളാണ്. അങ്ങനെ മുക്കുറ്റിയെ കുത്തിവെക്കുമ്പോൾ അല്ലെങ്കിൽ നിലപ്പനയെ കുത്തിവെക്കുമ്പോൾ ഇത് ഔഷധമാണ് എന്നും ഇതിനെ സംരക്ഷിക്കേണ്ടുന്ന ചുമതല എനിക്കുണ്ട് എന്നും അറിയിക്കുക. ഇങ്ങനെ ചെറിയ ചെടികളെ പോലും സംരക്ഷിക്കുന്ന ഒരു സംസ്കാരം. നമ്മുടെയൊക്കെ ദേവഗണങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മുരുകനായാലും മഹാദേവൻ, ശിവനായി കഴിഞ്ഞാലും സരസ്വതി ആണെങ്കിലും മഹാലക്ഷ്മി ആണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ കൂടെ ഒരു വാഹനം ഉണ്ടാവും. എന്തിന്? ശിവന്റെ തന്നെ ചൈതന്യമുള്ള ഒരു ദേവനായിട്ടാണ് ശനിദേവനെ കാണുന്നത്. ശനി, ആ ശനിദേവന്റെ വാഹനം കാക്കയാണ്. കാക്കയെ ലോകത്തിൽ എല്ലായിടത്തും കാണാം. അപ്പൊ ശനിദേവന്റെ വാഹനം കാക്കയാണ്. ശബരിമല അയ്യപ്പനുമായിട്ടും ശനിദേവന് ബന്ധമുണ്ട്. ആ കാക്കയെ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാവുമ്പോൾ എന്തിനാണ് കാക്കയെ സംരക്ഷിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ഈ സമൂഹത്തിലെ ചുറ്റുപാടുകളിൽ എന്തെല്ലാം കേടുകൾ, മോശമായിട്ടുള്ളത്, വൃത്തികേടായിട്ടുള്ളത്, വേസ്റ്റുകളുണ്ടോ അതിനെയെല്ലാം പരിഹരിക്കാൻ പോരുന്ന ഒരു പക്ഷി. നമ്മൾ പക്ഷിന്ന് പോലും വിളിക്കാറില്ല അതിനെ. കിളിയെന്നോ പക്ഷിയെന്നോ ഒന്നും വിളിക്കാറില്ല. കാക്കയെ കാക്കാന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു ജീവിയാണത്. ആ ജീവി എന്തുകൊണ്ടോ ഈശ്വരൻ തന്നെ അല്ലെങ്കിൽ പ്രകൃതി തന്നെ അതിനെ സൃഷ്ടിച്ചത് കണ്ടാൽ വലിയ സൗന്ദര്യമൊന്നും തോന്നാത്ത രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടിൽ പോലും ഇടാത്തത്. മയിലിനെ പോലെയോ കുയിലിനെ പോലെയോ തത്തേനെ പോലെയോ ആണെങ്കിൽ കാക്കേനെയൊക്കെ നമ്മൾ എറിഞ്ഞു പിടിച്ചിട്ട് കൂട്ടിലടച്ചേനെ. ഒരു കാഴ്ച ബംഗ്ലാവിൽ പോയാലും കാക്കേനെ നമുക്ക് കാണാൻ പറ്റില്ല. അവിടെയൊന്നും പിടിച്ചടയ്ക്കുന്നില്ല ഇതിനെ. കാരണം ഇതെല്ലായിടത്തും ഉണ്ട്. ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു കിളിയാണ്.
അത് പ്രകൃതി തന്നെ അതേപോലെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനെ ആരും കൊല്ലരുത്, ആരും തിന്നരുത്, ആരും കൂട്ടിലടയ്ക്കരുത്. ആ കാക്ക സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ശനിദേവന്റെ വാഹനമായിട്ട് ഭാരതീയർ കാക്കയെ കാണുന്നത്. ആൽവൃക്ഷത്തിനെയും തുളസീനെയും ഒക്കെ നമ്മൾ പൂജിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഔഷധ ശക്തി നിലനിന്നാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോ ചെടിയെയും വൃക്ഷത്തിനെയും ജീവികളെയും സംരക്ഷിക്കുന്ന സംസ്കാരമുള്ള തൊഴിലാളി സംഘടനയാണ് ഭാരതീയ മസ്ദൂർ സംഘം. അല്ലെങ്കിൽ അതാവണം എന്നുള്ളതാണ്. ചുറ്റുഭാഗങ്ങളെ മുഴുവൻ സംരക്ഷിച്ച, അതാണ് ശരിയായ ഇക്കോളജി എന്ന് പറയുന്നത്. ആ ഇക്കോളജിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ തൊഴിലാളി സംഘടനയായിട്ടുള്ള CITU പോലുള്ള പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നത്. അവർ പറഞ്ഞത് സമ്പത്തുണ്ടാക്കുക എന്ന് മാത്രമാണ്. ഇക്കോളജിയിൽ നിന്ന് അവർ മാറിയിട്ട് എക്കോണമിയിലേക്ക് വന്നു. സാമ്പത്തിക ശാസ്ത്രം, എക്കോണമിയിൽ ലോകത്തിന് വലിയ ചിന്ത പ്രദാനം ചെയ്തു എന്ന് അവർ ഘോഷിച്ചിട്ടുള്ള 2-3 ആളുകൾ. ഒന്ന് കാർൾ മാർക്സ് ആണ്, അദ്ദേഹത്തിന്റെ ഡാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം മൂലധനം. ആദ്യത്തേത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു തത്വശാസ്ത്ര ഗ്രന്ഥം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ വായിച്ചാൽ മനസ്സിലാവും, യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത്. ആ പിടികൂടിയിരിക്കുന്ന ഭൂതം എന്ന് പറയുന്നത് സമ്പന്നരായ ആളുകൾ യൂറോപ്പിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പന്നരാണ് എല്ലാം തീരുമാനിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. അധികാരി വർഗം അവരാണ്. ഇതിനെ തകർക്കണമെങ്കിൽ തൊഴിലാളി വർഗം, നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത കൈവിലങ്ങുകൾ മാത്രമേ തൊഴിലാളിക്ക് നഷ്ടപ്പെടാനുള്ളൂ. ആ നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത തൊഴിലാളി സംഘടിച്ചുകൊണ്ട് ഈ അധികാരി വർഗത്തിനെ അല്ലെങ്കിൽ മുതലാളി വർഗത്തിനെ ഇല്ലാതെയാക്കണം. അങ്ങനെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരം നടക്കണം, സംഘർഷം നടക്കണം. ഇങ്ങനെ ലോകത്ത് 2 വർഗങ്ങളാണുള്ളത്. ഒന്ന് ഉള്ളവനും മറ്റൊന്ന് ഇല്ലാത്തവനും. ഈ 2 എണ്ണത്തിന്റെ സംഘർഷം നടന്നുകൊണ്ട് ഒടുവിൽ ഉള്ളവരെയെല്ലാം ഇല്ലാതെയാക്കണം. പക്ഷെ അത് പല സ്ഥലങ്ങളിൽ നടന്നു. റഷ്യയിൽ നടന്നു. 91 വരെ റഷ്യയിലുണ്ടായിരുന്നു. 1917 റഷ്യൻ വിപ്ലവം നടന്നത്, ബോൾഷെവിക് റവല്യൂഷൻ. ബോൾഷെവിക്കുകൾ എന്ന് പറയുന്ന തൊഴിലാളി വർഗം മെൻഷെവിക്കുകൾ എന്ന് പറയുന്ന മുതലാളി വർഗത്തിനെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു എന്ന് പറയുന്ന ആ റഷ്യയുടെ ഗതി ഇപ്പോൾ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? ഈ പിടിച്ചെടുത്തവനെല്ലാം മുതലാളിയായിട്ട് മാറി. അവനവൻ്റെ കീഴിൽ വേറെ ആളുകളെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മനസ്സ് മാറുന്നില്ല. വ്യവസ്ഥിതിക്ക് മാറ്റമുണ്ടായി, പക്ഷേ മനസ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല. അതാണ് വിഷയം. അവിടെയാണ് ഭാരതീയ മസ്ദൂർ സംഘം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അനുബന്ധ സംഘടനകൾ പറയുന്നത്, മനസ്ഥിതിയിൽ മാറ്റമുണ്ടാകണം, വ്യവസ്ഥിതിയിൽ മാറ്റമുണ്ടായിട്ട് കാര്യമില്ല. ഒരു തൊഴിലാളി മുതലാളി ആയതുകൊണ്ട് കാര്യമില്ല. ഒരു തൊഴിലാളി രാഷ്ട്രം മുതലാളി രാഷ്ട്രമായതുകൊണ്ട് കാര്യമില്ല. അവിടെ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന സമയത്ത് അതിനെ വിതരണം ചെയ്യുന്നത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ശ്രദ്ധിക്കുക, ഭാരതം ലോകത്തിന് കൊടുത്തിട്ടുള്ള വലിയ ഒരു സന്ദേശം ധർമ്മത്തിന്റെ സന്ദേശമാണ്. ധർമ്മത്തിനെ വഴി പോലെ പാലിച്ചിട്ട് മാത്രമേ അർത്ഥകാമങ്ങളെ നേടാവൂ. ധർമ്മം, അർത്ഥം, കാമം, എന്നാൽ മാത്രമേ മോക്ഷമുണ്ടാവൂ എന്നാണ് പഠിപ്പിച്ച് ഭാരതം. പക്ഷെ ഒരു തൊഴിലാളി സംഘടനയും അത് പഠിപ്പിക്കുന്നില്ല. ധർമ്മത്തിലൂടെ സമ്പത്ത് നേടാനല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ കോട്ടുകുളി പ്രമോദിന്റെ കാര്യം പറഞ്ഞത്. ധർമ്മത്തിലൂടെയല്ല അർത്ഥം സ്വാംശീകരിക്കുന്നത്. ധർമ്മത്തിലൂടെ അർത്ഥം സ്വാംശീകരിക്കുന്നവനെ സംബന്ധിച്ച് തുച്ഛമായ രീതിയിലുള്ള ജീവിതമായിരിക്കും ഉണ്ടാവുക, കഷ്ടപ്പാടുകളായിരിക്കും ഉണ്ടാവുക, ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക പലപ്പോഴും. നല്ലൊരു തൊഴിലാളിയെ സംബന്ധിച്ച് അയാൾ ഒരിക്കലും മുതലാളിത്തത്തിലേക്ക് മാറുന്നില്ല. സാധാരണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ മെച്ചപ്പെട്ടു എന്ന് വരാം, പക്ഷെ വലിയ മുതലാളിയായിട്ട് അവൻ മാറുന്നില്ല. മുതലാളിയായി മാറുന്നതിന്റെ പിന്നിൽ പലപ്പോഴും ഈ സാമ്പത്തിക ദൃഷ്ടിയുണ്ട്. അതിലാണ് ഞാൻ മാർക്സിന്റെ പറഞ്ഞത് ഡാസ് ക്യാപിറ്റല്. ആ മാർക്സിന്റെ മൂലധനം എന്ന ഗ്രന്ഥം കൂടാതെ പിന്നീട് വരുന്നത് ആഡം സ്മിത്ത് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഒരു ഗ്രന്ഥമുണ്ട്. ആഡം സ്മിത്ത് എപ്പോഴും പറയുന്നത് ധനത്തെക്കുറിച്ച് മാത്രമാണ്. സമ്പത്തുണ്ടാക്കുക, നിങ്ങൾ ഏതിലൂടെ സമ്പത്ത് ഉണ്ടാക്കിയാലും വേണ്ടിയില്ല എന്നാണ് പറയുന്നത്. വെൽത്ത് ഡെഫിനിഷൻ, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ഡെഫിനിഷൻ വെൽത്ത് ഡെഫിനിഷനാണ്.
വെൽത്ത് ഈസ് ഹെൽത്ത് എന്നാണ് പറയുന്നത്. ധനമാണ് ആരോഗ്യം. ഭാരതം അങ്ങനെയല്ല പഠിപ്പിച്ചത്. ധനമാണ് ആരോഗ്യമെന്നുള്ള സംസ്കാരം പഠിച്ചതോടുകൂടിയാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടത്. ഇന്ന് ആരോഗ്യമില്ല, ധനത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. ഒടുവിൽ അസുഖം വന്ന് കിടപ്പാകുമ്പോൾ നമ്മളെ ഉള്ള ധനങ്ങളെല്ലാം പോവുകയും ചെയ്യും. എവിടെ നമുക്ക് മൂലധനമുള്ളത്? നെട്ടോട്ടമോടിയിട്ട് സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, സമ്പത്തിന് വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട് തമ്മിലടിച്ചവർ മുഴുവൻ നശിച്ചു. അങ്ങനെയാണ് 91 റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം, അവിടെ പുതിയ പരീക്ഷണങ്ങൾ കമ്മ്യൂണിസത്തിൽ നടന്നു. ഒടുവിൽ ഗ്ലാസ്നോസ്റ്റ് എന്നും പെരിസ്ട്രോയിക്ക എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളൊക്കെ പരീക്ഷിച്ചു നോക്കി. ആ രാഷ്ട്രം തന്നെ തകർന്നുപോയി. ഇന്ന് ചിലപ്പോൾ കുട്ടികൾ പോലും പഠിക്കുന്നുണ്ടാവും ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം റഷ്യയാണ് എന്ന്. കാരണം CBSEയുടെ NCERTയുടെ ഒക്കെ പഴയ പുസ്തകമാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ഇടയിലൂടെ. അത് പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് 91 ശേഷമുള്ള മാറ്റം ആ പുസ്തകത്തിൽ വന്നിട്ടില്ല. ഇന്ന് റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രമില്ല. USSR എന്നാണ് ശരിക്കും അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സോവിയറ്റ് റഷ്യയാണ്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് അന്ന് റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളിലൊന്നാണ്. സുശക്തമായിട്ട് സാമ്പത്തികമായിട്ടും സാഹചര്യം കൊണ്ടും ഭരണരംഗത്തും ലോകരാഷ്ട്രങ്ങളിൽ എല്ലാവരെയും വിറപ്പിക്കാൻ പോരുന്ന 2 രാഷ്ട്രങ്ങളാണെന്നും അമേരിക്കയും മറ്റൊന്ന് റഷ്യയും. അവർ തമ്മിലാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റഷ്യയിൽ നിന്ന് ഇറങ്ങിയിരുന്ന 2-3 മാഗസിനുകൾ ഉണ്ടായിരുന്നു. കേരളത്തിലൊക്കെ വിതരണം ചെയ്യപ്പെട്ടിരുന്നു. മുതിർന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു മാഗസിൻ. നല്ല പളപളപ്പുള്ള തിളങ്ങുന്ന പടങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. റഷ്യയിലെ പരീക്ഷണങ്ങളെക്കുറിച്ച്, റഷ്യയിലെ രാജാക്കന്മാരുടെ ചിത്രം. അതൊക്കെ ഞങ്ങൾ പറിച്ചിട്ട് പുസ്തകത്തിന് ചട്ടയിടും. കാരണം വെള്ളം നനഞ്ഞാലും പെട്ടെന്ന് അങ്ങ് അഴുകിപ്പോവില്ല. പക്ഷെ ഇന്ന് ആ റഷ്യ എവിടെ പോയി? റഷ്യ തകർന്ന് ഇസ്തോണിയ, ലാത്വിയ, എസ്റ്റോണിയ, ചെച്ചനിയ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ഭീകരന്മാർക്ക് കടന്നു കയറാനുള്ള അവസരം കൊടുത്തു. ഇപ്പൊ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് അധികാര സ്ഥാനങ്ങളിലെല്ലാം തന്നെ മുസ്ലിങ്ങളെ കടത്തി കയറ്റുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു മതത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് ധരിക്കരുത്. ഞാൻ മുസ്ലിമാണ് എന്ന് പറയുകയും ഒരിക്കലും ഇസ്ലാമിന് നിരക്കാത്ത ജീവിത രീതി തുടരുകയും ചെയ്യുന്ന ഭീകര പ്രവർത്തനങ്ങൾ, ഭീകരതയെ ഒരിക്കലും ആ മതം അംഗീകരിക്കുന്നില്ല, ഒരു മതവും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഭീകര പ്രവർത്തനത്തിലൂടെ ഇസ്ലാം രാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മാന്യ സുരേഷ് ഗോപി പറഞ്ഞു, ISS എന്ന് പറയുന്ന സംഘടന ഭാരതത്തിന് വിരുദ്ധം എന്നല്ല, ലോക മുസ്ലിങ്ങളുടെ ശത്രുവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് പഠിച്ചിട്ടുള്ള മുസ്ലിങ്ങൾക്കറിയാം. കേരളത്തിലെ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ഭാരതത്തിലെ ചില പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾക്കോ അത് മനസ്സിലായിട്ടില്ല. ലോകത്തിലുള്ള മുസ്ലിങ്ങളെയെല്ലാം തന്നെ അവരുദ്ദേശിക്കുന്ന ISS ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് ആ ഇസ്ലാമിന്റെ തനിമ നശിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ഇസ്ലാമിനെ സൃഷ്ടിക്കുകയാണ് ISS ചെയ്യുന്നത്. അവിടെ അവർ പറയുന്ന വസ്ത്രമേ ധരിക്കാവൂ, അവർ പറയുന്ന ഭക്ഷണമേ കഴിക്കാവൂ, അവർ പറയുന്ന രീതിയിൽ മാത്രമേ പ്രാർത്ഥിക്കാവൂ. അങ്ങനെയാണോ ഭാരതത്തിലെ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യം ഇന്നുള്ളത്? ഭാരതത്തെ ഇസ്ലാമിനെ പോലെ സ്വാതന്ത്ര്യം ലോകരാഷ്ട്രങ്ങളിൽ ഒരു മതത്തിനുമില്ല. ഭാരതത്തിലെ ഹിന്ദുവിന് സ്വാതന്ത്ര്യമുള്ളതുപോലെ ലോകരാഷ്ട്രത്തിൽ ഒരു മതത്തിനും സ്വാതന്ത്ര്യമില്ല. ഭാരതത്തിലെ ക്രിസ്ത്യാനിറ്റിക്കും ജൂതനും ജൈനനും സിഖുകാരനും പാഴ്സിക്കും എന്ന് വേണ്ട മതങ്ങളിൽപ്പെടുന്ന വിവിധങ്ങളായിട്ടുള്ള ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരേപോലെ സഹോദരങ്ങളായിട്ട്, ഏകോദര സഹോദരങ്ങളായിട്ട് കഴിയുന്ന ഒരു രാഷ്ട്രത്തെ ലോകത്തിൽ എവിടെയെങ്കിലും കാണിക്കാൻ സാധിക്കും? അതിനൊരൊറ്റ കാരണം ഭാരതത്തിന്റെ സംസ്കാരമാണ്. ഭാരതത്തിന്റെ സംസ്കാരം ഒരു മതത്തിനെയും മാത്രം ഉൾക്കൊള്ളുന്നതല്ല, മറിച്ച് സർവമത സാരങ്ങളെയും നന്മകളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. ആ ഉൾക്കാഴ്ച കമ്മ്യൂണിസത്തിൽ കാണില്ല, ഇതര സെമിറ്റിക് മതങ്ങളിൽ കാണില്ല. അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് മാത്രമാണ്, സ്വാതന്ത്ര്യമില്ല അവിടെ, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി. അതുകൊണ്ടാണ് റഷ്യ തകർന്നുപോയി. ചെച്ചനിയ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ന് ഒന്നുമില്ലാതിരിക്കും, ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അതേപോലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെ നോക്ക്. പശ്ചിമ ജർമ്മനി ആവട്ടെ, അതേപോലെ പല രാഷ്ട്രങ്ങളും ഉണ്ടായിരുന്നു ലോകത്തിൽ. ഭീകരന്മാരായിട്ട് ജീവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നരാധമന്മാരുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോവും നിങ്ങളൊക്കെ ഒരു പക്ഷേ. ഞാനതാണ് പത്രം വായിക്കാറുണ്ടോ, ചാനലിൽ ന്യൂസ് കാണാറുണ്ടോ, കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചത്. മലയാളത്തിൽ 80കളിലെ അവസാനത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ അന്നത്തെ ഒരു ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിട്ടുള്ള പോൾപോട്ടിനെ കുറിച്ചൊരു ലേഖനം കൊടുത്തിട്ടുണ്ട്. പോൾപോട്ടിനെ ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ. പോൾപോട്ട് എന്ന് പറയുന്നത് കംബോഡിയ എന്ന് പറയുന്ന, കംബൂച്ചിയ അല്ലെങ്കിൽ കംബോഡിയ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ്. അദ്ദേഹം ചെയ്തത് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ മുഴുവൻ കൊന്നുകളയാണ് അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിന് ഉപയോഗിച്ചിട്ട്. അത് പോൾപോട്ട് മാത്രമല്ല, സ്റ്റാലിൻ ആവട്ടെ, സസസ്കി ആവട്ടെ, ഹാനോയ്ക്കർ ആവട്ടെ, റിക്കാനാക്കർ ആവട്ടെ, എല്ലാ ആളുകളും ചെയ്തത് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ മുഴുവൻ കൊന്നുകളഞ്ഞു. ഞാൻ പറയുന്നത് മറന്നു പോരുത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നാൽ ലോകത്തിനുണ്ടായിട്ടുള്ള അവസ്ഥ കേരളീയർക്ക് മനസ്സിലായിട്ടില്ല. ഇന്നും കേരളീയരുടെ ഇടയിലൂടെ ജീവിക്കുന്ന പാവപ്പെട്ട ഭാരതത്തിൽ തന്നെയുള്ള നമ്മുടെ സഹോദരങ്ങളായിരിക്കുന്ന പശ്ചിമ ബംഗാളിലെ ബംഗാളികളെന്ന് നമ്മൾ ഓമനപ്പേരിൽ വിളിക്കുന്ന ബംഗാളി സഹോദരന്മാരോട് ചോദിക്കുക. 34 വർഷം കമ്മ്യൂണിസം ഭരിച്ച രാഷ്ട്രമാണ്, പ്രദേശമാണ്, സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയുന്ന, പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം. ആ പശ്ചിമ ബംഗാളിൽ ഇന്ന് തൊഴിലിടങ്ങളില്ല, തൊഴിൽശാലകളില്ല, കൃഷിയിടങ്ങളില്ല, വീടുകളും കുടുംബ സംവിധാനങ്ങളുമില്ല, ക്ഷേത്രങ്ങളില്ല, ക്ലബ്ബുകളില്ല, വിദ്യാലയങ്ങളില്ല, ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു 34 കൊല്ലം കൊണ്ട്. ആരാണ് നശിപ്പിച്ചത്? ഇന്നും ലോകത്തിലെവിടെയെങ്കിലും മനുഷ്യന്റെ മലം, അപ്പി എന്ന് പറയുമല്ലോ, മനുഷ്യന്റെ മലം തലയിലേറ്റിയിട്ട് മനുഷ്യർ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് പശ്ചിമ ബംഗാളാണ്. ലോകത്തില് കമ്മ്യൂണിസം കൊടികുത്തി വാണ സ്ഥലമാണ്. ഇന്നവിടെ ചുവന്ന കൊടിയുമായിട്ട് ആരെങ്കിലും നടന്നാല് അവിടുത്തെ നാട്ടുകാർ എറിഞ്ഞു കൊല്ലും. കാരണം 34 വർഷം കൊണ്ട് കമ്മ്യൂണിസം എന്ത് ചെയ്തു? ചുവന്ന കൊടി കൊണ്ട് എന്ത് ചെയ്തു എന്ന് അവർക്കറിയാം. അച്ഛനാരാണ്, അമ്മയാരാണ്, കുടുംബങ്ങൾ എന്താണ് എന്നറിയാതെ നമുക്കിടയിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട പശ്ചിമ ബംഗാളികൾ ഇന്നലെയും പിടിച്ചിട്ടുണ്ട് 2-3 എണ്ണത്തിന്. അവര് ചില ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ AC-യിലും അതിലും ഇതിലൊക്കെ ഉള്ളത് കട്ട് വിൽക്കുന്ന പരിപാടിയാണ്. എങ്ങനെ ജീവിക്കണം എന്നറിഞ്ഞുകൂടാ. കളവ് മാത്രമേ അറിയുള്ളൂ, സംസ്കാരമില്ല. പീഡന കേസുകളിൽ കുടുങ്ങുന്നത് മുഴുവൻ അവരാണ്. അപ്പോൾ നമുക്ക് തന്നെ അവരോട് ചിലപ്പോൾ മലയാളികൾക്കൊക്കെ തോന്നും ബംഗാളികളാകട്ടോ നോക്കണം കേട്ടോ എന്ന് പറയും. പക്ഷേ നമ്മളും ബോധ്യപ്പെടണം, അവരെയും ബോധ്യപ്പെടുത്തണം. നിങ്ങളെ ഇങ്ങനെയാക്കിയത് ആരാണ്? അല്ലേ? പഴയൊരു കടമനട്ടേൻ്റെ കവിതയുണ്ടല്ലോ, മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു, വിളഞ്ഞ ചൂരപ്പനമ്പ് പോലെ കുറത്തിയെത്തുന്നു എന്ന് പറഞ്ഞില്ല, കുറത്തി എന്ന് പറയുന്ന കവിത. അതിൽ നിങ്ങൾ ഞങ്ങളുടെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴ്ന്നെടുക്കുന്നോ, നിങ്ങൾ അവരുടെ കുഴിമാടം കുളം തോണ്ടുന്നോ, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ അറിയുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കടമനട്ടയുടെ. ആ ചോദ്യം തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് അവര് ചോദിക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ ഇങ്ങനെയായി എന്ന്, നിങ്ങളാണ് കാരണം എന്ന് തിരിച്ചു പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ബംഗാളി സഹോദരന്മാരെ കൊണ്ട്. കാരണം അവർ ഒന്നുമില്ലാത്തവരും ഉറ്റയവരും ഉടയവരുമില്ലാത്തവരായി മാറിയത് ഈ പ്രസ്ഥാനം. ലോകത്തിൽ മുഴുവൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലും അത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഭീകരന്മാർക്ക് വളം വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെ മാത്രം മനുഷ്യനെ വളർത്തിയിട്ട് ഇന്ന് അച്ഛൻ അമ്മയെ, ഭാര്യ ഭർത്താവിനെ, മക്കള് അമ്മയെ, അച്ഛനെ ഒക്കെ ചൂഷണം ചെയ്യുന്ന ഇടത്തേക്ക് എത്തിയിരിക്കുന്നു. കാരണം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞാൻ പറഞ്ഞ ആൽഫ്രഡ് മാർഷലിന്റെ കാലത്തിന് ശേഷം ലയണൽ റോബിൻസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ വന്നിരുന്നു, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് പരമാവധി ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്, മാക്സിമം യൂട്ടിലൈസേഷൻ. അദ്ദേഹത്തിൻ്റെ തിയറി അതാണ്, മാക്സിമം യൂട്ടിലൈസേഷൻ. നമ്മളെ അച്ഛനെ പരമാവധി ചൂഷണം ചെയ്യുക, അമ്മയെ പരമാവധി ചൂഷണം ചെയ്യുക, കുടുംബങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുക, നാട്ടുകാരെ ചൂഷണം ചെയ്യുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ? ഏത് സഹകരണ ബാങ്കിൽ കാശിട്ടവൻ്റെ അവസ്ഥ എന്താണ്? പരമാവധി മറ്റുള്ളവനെ ചൂഷണം ചെയ്യുക. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് കിട്ടിയ സാമ്പത്തിക ദർശനം അതാണ്. മറ്റുള്ളവൻ്റെ കാശ് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക, ചൂഷണം ചെയ്യുക.
ഇത് സംസ്കാര വിരുദ്ധമായ, മാനവിക വിരുദ്ധമായ, ദൈവിക വിരുദ്ധമായിട്ടുള്ള ജീവിത രീതി. അവിടെയാണ് ഭാരതീയ മസ്ദൂർ സംഘം പറയുന്നത് ഇതല്ല, ഈ ഇക്കോളജിയിൽ നിന്ന് മാറി എക്കോണമിയിൽ വന്ന് ഇപ്പോൾ ടെക്നോളജിയിൽ എത്തി നിൽക്കുന്ന മനുഷ്യൻ ഒരുപക്ഷെ അവൻ്റെ സംസ്കാരം മറന്നു പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും മൊബൈലിലും ടി വിയിലും കമ്പ്യൂട്ടറിലും മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല ഒരു നേരം പ്രാർത്ഥിക്കാൻ. നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് പോയി നോക്കാൻ ഒരു നേരം സമയം കിട്ടുന്നില്ല. ഈ ഭാഗത്ത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് വന്നതാണ്. വീടുകൾ തന്നെ നിശ്ചയമില്ലാതായി. പക്ഷെ എന്നാലും എഴുകണ്ടിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയ കയറ്റം കണ്ടപ്പോൾ എനിക്ക് തോന്നി വലതുവശത്ത് പ്രജീൻ്റെ വീടായിരിക്കും, ഇടത് ഭാഗത്ത് ഇറ്റാളുടെ വീടായിരിക്കും. പക്ഷെ എന്നിട്ടും ഒരു കാഴ്ചപ്പാട് കിട്ടാതെ വിജുവിനെയും കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി, ആരെയൊക്കെ വീടാന്നറിയാൻ വേണ്ടിയിട്ട്. ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ പണ്ട് നമ്മൾ കിടന്നുറങ്ങിയ വീടുകളുണ്ട്, പണ്ട് നമ്മൾ വെള്ളം കുടിച്ച വീടുകളുണ്ട്, പണ്ട് നമ്മൾ കഥ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ, ഈ കുടുംബ ബന്ധം നമ്മുടെ ഇടയിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. മറ്റുള്ളവരെ കണ്ടാൽ തിരിച്ചറിയാത്തവരായിട്ട് നമ്മൾ അതപ്പതിച്ചു. സ്വന്തം അച്ഛന് മക്കളെ തിരിച്ചറിയുന്നില്ല കേട്ടോ. തമാശ പറയാം, ഞാൻ പലയിടത്തും പറയാറുണ്ട്. എൻ്റെ സ്കൂളിൽ ഒരു സ്ഥലത്ത്, ഏത് സ്ഥലത്താണ് ഞാൻ പറയുന്നത്, 5-6 സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. 1ാം ക്ലാസ്സിൽ കുട്ടീനെ ചേർക്കാൻ വന്ന അച്ഛൻ പറഞ്ഞു, സാറ് തന്നെ അങ്ങ് ഫോം പൂരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫോം പൂരിപ്പിക്കാൻ സമയത്ത് ഞാൻ ഇയാളോട് ചോദിച്ചു, മോൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഉടനെ അയാൾ തിരിഞ്ഞിട്ട് മോനോട് ചോദിക്കുക, എന്താണ് എൻ്റെ പേര്? ഇന്നങ്ങനെ ചോദിക്കുന്ന അച്ഛന്മാരുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കറിയാം ഇവനെ വീട്ടിലെന്തോ കുട്ടുവെന്നോ റുട്ടുവെന്നോ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്, ആർക്കറിയാം അപ്പോൾ ഇതുങ്ങളൊക്കെ പേരെന്താണ്? ആകെ 2 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പേര് അർജുൻ അച്ഛാന്ന് പറഞ്ഞേ. അങ്ങനെയുണ്ടോ എനിക്കൊരു പേര്? നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ, അല്ലേ? രാവിലെ 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ചെറിയ കണ്ണും തിരുമ്പിന് നുള്ളി പൊളിച്ചിട്ട് ഓടി അടുക്കളയിൽ വന്നിട്ട് അമ്മേനോട് പറഞ്ഞു, അമ്മേ ഇവിടെ കട്ടിൻ്റെ മുകളിലുണ്ട് ആരാ കിടക്കുന്നത്? പറഞ്ഞു, അടാ അച്ഛനാടാ അത്. ചങ്ങാനി ഞാൻ ഇതിലെ കണ്ടില്ലല്ലോ അടുത്തൊന്നും. കാരണം അച്ഛൻ ജോലിക്ക് പോകുന്നു, അമ്മ ജോലിക്ക്, കഷ്ടപ്പാട് ബഹളമാണ്, ശരിയാണ്. പക്ഷെ എവിടെയെങ്കിലും നമുക്ക് ഒന്നിച്ചു കൂടിയിരിക്കാൻ പറ്റണ്ടേ? അച്ഛനോടൊപ്പം ഇത്തിരി കഥ പറയല്ലേ, ഒന്നുകിൽ നീന്തം പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ മരംകയറ്റം പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പോകണം. അച്ഛൻ പാളയിൽ വലിച്ചുകൊണ്ട് നടന്ന കാലം ഉണ്ടായിരുന്നു മക്കളെ. ഇപ്പോഴാണല്ലോ എല്ലാവർക്കും ബൈക്കും കാറും ഒക്കെ ഉള്ളത്. മക്കളെ പാളയിൽ വലിച്ച് കൊണ്ട് നടക്കുന്ന അച്ഛന്മാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. നാടൻ ജീവിത രീതികൾ മുഴുവൻ മാറിപ്പോയി. അവിടെയാണ് വീണ്ടും നമ്മൾ കുടുംബസംഗമം. എന്തിനാണ് കുടുംബസംഗമം എന്ന് ചിന്തിക്കണം നേരം. നമ്മുടെ ബന്ധങ്ങളിൽ ദൃഢത നഷ്ടപ്പെടുന്നതോടുകൂടിയാണ് സമൂഹം അന്യം നിന്ന് പോകുന്നത്. നമ്മളൊക്കെ വ്യക്തികളായിട്ട് മാറുന്നു. നമ്മുടെ ദുഃഖങ്ങളിൽ ആരും പങ്കുചേരുന്നില്ല. ആത്മബന്ധങ്ങളില്ലാതെയാവുന്നു. അപ്പോഴാണ് ആത്മഹത്യകൾ പെരുകുന്നത്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നത്. ശാന്തി സമാധാനവും വേണ്ടേ? അതിന് MDMA ഒക്കെ കുറേശ്ശെ കഴിക്കും. എന്നിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നിട്ട് സ്വർഗം താനിറങ്ങി വന്നതോ എന്നുള്ള പാട്ട് പാടും. കാരണം വീട്ടിൽ സ്വസ്ഥതയില്ല, അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. മക്കൾ അമ്മയ്ക്ക് എന്താ അറിയാമെന്ന് ചോദിക്കും മക്കൾ, അല്ലേ? ഒരു 6ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് കുട്ടികൾ ചോദിക്കാൻ തുടങ്ങില്ല, അമ്മയ്ക്ക് എന്താ അറിയാമെന്ന്, അച്ഛനെന്താ അറിയാം, ഒക്കെ എനിക്കറിയാമെന്നുള്ള രീതിയിലാണ്. പക്ഷെ സത്യത്തിൽ ജീവിക്കാൻ അറിഞ്ഞുകൂടാ. അവരാണ് പൂർണ്ണ വളർച്ചയെത്തിയെന്ന് പറയുന്ന 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛനെ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് ഒന്നുകിൽ നാട് വിട്ട് വേറൊരാളെ കൂടെ പോകുന്നു. അതല്ലെങ്കിൽ അച്ഛനെയും അമ്മേനെ എന്ത് ചെയ്യും? വല്ല വൃദ്ധസദനങ്ങൾ, എന്ത് വൃദ്ധസദനമൊന്നുമല്ല, മുത്തങ്ങയിൽ വനത്തിൽ കൊണ്ടിട്ടു, ഗുരുവായൂരിൽ നടക്കിയിരുത്തി കൊണ്ടുപോയിട്ട് അച്ഛനെയും അമ്മേനെയൊക്കെ. അമ്മേനോടൊക്കെ ചോദിക്കുകയാണ്, പ്രായമായ അമ്മയോട്, 10ഉം 70ഉം വയസ്സായ അമ്മയോട് ചോദിക്കുക, അമ്മേ കൊടുങ്ങല്ലൂർ പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോന്ന്? ആ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു മോൻ, എന്താ ചെയ്യുക? അടുത്ത ദിവസം പോവാം, നമുക്ക് പോകാമെന്ന് പറയാം. അമ്മയ്ക്ക് സന്തോഷമായി. കൊടുങ്ങല്ലൂർ ക്ഷേത്രം കണ്ട് തൊഴുത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല, തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഇരുത്തിയേക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ശല്യമാണ് നമുക്ക്. ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂഷണം, പരമാവധി ചൂഷണം ചെയ്യുക, വലിച്ചെറിയുക. നമ്മൾ സ്ട്രോ വെച്ചിട്ട് വെള്ളം കുടിക്കുന്നില്ല, കുടിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രോനെ നമ്മൾ പുറത്തു കളയുന്നത്. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന സംസ്കാരം, അല്ലേ? ഉപയോഗ സംസ്കാരം, ഉപഭോഗ സംസ്കാരം എന്നൊക്കെ പറയുക. അതുകൊണ്ടാണല്ലോ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് വീടുകളിൽ, ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. പല കുടുംബങ്ങളും കുടുംബം വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. മാവൂര് ഞാനിപ്പം കാര്യങ്ങളൊക്കെ നോക്കുന്നത് പെരുവയൽ പഞ്ചായത്തിലാണ്. എന്നാലും തൊട്ടടുത്ത പഞ്ചായത്ത് മാവൂര് പഞ്ചായത്താണ്. പെരുവയൽ പഞ്ചായത്തിലെ ഒരു സ്കൂളിലാണ് ഈ ചുമതലയുള്ളത്. മാവൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിൽ, ആ പഞ്ചായത്തിൽ മാത്രം ഹിന്ദു സഹോദരങ്ങൾ പുരുഷന്മാർ
ഒരു 35 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലേക്ക് കല്യാണം കഴിക്കാതെയുള്ളവർ 423 പേരാണ് ഒരു പഞ്ചായത്തിലുള്ളത്. ഹിന്ദുക്കൾ ആണുങ്ങൾ കല്യാണം കഴിക്കാൻ നടക്കുന്നത്. ഈ ഏഴുവണ്ടി ഭാഗത്ത് എത്ര ഉണ്ടെന്നൊന്ന് വിലയിരുത്തിയുള്ളൂ. ഈ പഞ്ചായത്തിന് പനങ്ങാട് പഞ്ചായത്തിൻ്റെ ഭാഗമല്ലേ, ഇതിലെ പനങ്ങാടല്ലേ, എത്രയുണ്ടാവുമെന്നൊന്ന് നോക്കുക. ഭീകരമാണ് ഹിന്ദുക്കളെ കല്യാണം കഴിക്കാത്തത്. നമ്മൾ കല്യാണം എന്തിനിപ്പോൾ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നാളുകളിൽ നമ്മുടെ കുടുംബം സിംഹവാലം കുരങ്ങെന്ന് പറഞ്ഞ പോലെ അല്ലേ, വംശനാശം സംഭവിച്ചു പോവുക. ഇരിക്കുന്ന കൂട്ടത്തിലാരും കല്യാണം കഴിക്കാത്തുണ്ടോയെന്ന് എനിക്കറിയില്ല, സാധ്യതയുണ്ട്. ഒരു 25 വയസ്സിന് മുകളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി കല്യാണം കഴിച്ചാൽ ഇതൊരു ഒരു സംസ്കാരമല്ലേ വിവാഹം എന്ന് പറയുന്നത്. ഭാരതീയരെ സംബന്ധിച്ച് ഷോഡശ ആചാരങ്ങളിൽ ഷോഡശ സംസ്കാരത്തിൽ പെടുന്ന ഒന്നാണ് അല്ലേ. ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ജാതകർമ്മം, നാമകരണം, അന്നപ്രാശം എന്ന് പറഞ്ഞിട്ട് 16 സംസ്കാരങ്ങളിൽ ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത്. അത് അച്ഛനെയും അമ്മയെയും അപ്പൂപ്പനെയും മാമന്മാരെയും അടുത്ത കുടുംബക്കാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് ചേർത്ത് വിളക്ക് കത്തിച്ച് അഗ്നി സാക്ഷിയായിട്ട് ചേർത്ത് കൊണ്ടുവരുന്നതിന് ഇന്ന് അതൊന്നും വേണ്ട. ലിവിങ് ടുഗദർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അച്ഛനും അറിയുന്നില്ല അമ്മയും അറിയുന്നില്ല. അവസാനം ഞാനാണോ നീയാണോ ആരാണോ ഞങ്ങൾക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിഞ്ഞൂടാ, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവസാനം DNA ടെസ്റ്റിന് അയക്കുക. ബാക്കി മനസ്സിലായല്ലോ. അവിടെ കുടുംബബന്ധം എത്തി നിൽക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക്. സംസ്കാരത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭൗതികവാദികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളക്ക് കത്തിക്കണ്ട, നാമം ജപിക്കണ്ട, പാദം അച്ഛൻ ലോക കള്ളുകുടിയനാണെങ്കിലും ശരി കല്യാണത്തിൻ്റെ അന്നെങ്കിലും മക്കൾ ചെന്നിട്ട് എന്താ ചെയ്യുക, അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കും, പാദവന്ദനം നടത്തും. നല്ലൊരു കുടുംബത്തിലേക്ക് ഞാൻ പോവുകയാണ്, എന്തായാലും എൻ്റെ അച്ഛനല്ലേ. ആ ഒരു സംസ്കാരമുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതൊന്നും വേണ്ട. എന്നിട്ട് നല്ല രീതിയിൽ വിളക്ക് കത്തിച്ചിട്ട് കയറുകയാണ് വീട്ടിലേക്ക് ചെയ്യുന്നത്. അതും വേണ്ട. വീട്ടിലേക്ക് നടന്നു വരുമോ അല്ലെ വാഹനത്തിൽ വരുമോ ഒക്കെ ചെയ്യാം. ഇല്ല, പുതിയ രീതികളാണ്. അർബാനേൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് തള്ളിക്കൊണ്ടുവരിക. നേരത്തെ പറഞ്ഞ പോലെ പാളയിൽ വെച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുവരിക. കയറ് കെട്ടിയിട്ട് കുരങ്ങിനെയോ പട്ടീനെയോ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരിക. സംസ്കാരം നശിപ്പിക്കാനുള്ള പരിപാടികളാണ്. എന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്നറിയോ? സംസ്കാരത്തെ എങ്ങനെ തകർക്കാം, ഇത് ആസൂത്രിതമായിട്ടുള്ള പരിപാടികളാണ്. നമ്മുടെ വിവാഹത്തിനാവട്ടെ, വീട്ടിൽ കൂടലിനാവട്ടെ, മറ്റു കാര്യങ്ങൾക്കാവട്ടെ ഒക്കെ അറേബ്യൻ ഫുഡ്സാണ്. കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മത്സ്യവും മാംസവും മറ്റു കാര്യങ്ങളും നമ്മളും കഴിക്കണം, നമ്മളെല്ലാവരും പലരും കഴിക്കുന്നതാണ്. പക്ഷേ ആഘോഷങ്ങളിലൊക്കെ സംസ്കാരം വിട്ടിട്ടുള്ള രീതികൾ. നമ്മുടെ ജന്മദിന ചടങ്ങ് എങ്ങനെയാണ് നടത്തേണ്ടത്? ശരിക്കും നമ്മളെ വീട്ടിലാണെങ്കിൽ മുതിർന്ന ആളുകൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിലും, അതുപോലെ ചോറൂണ് നടത്തുകയാണെങ്കിലും മുതിർന്ന ആളുകളും മക്കളെ മടിയിലെടുത്തിട്ട് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു, സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വിട്ട് ഇപ്പോൾ മെഴുകുതിരി കത്തിച്ച് വെച്ച് ഉള്ള വെളിച്ചം ഊതിക്കെടുത്തിയിട്ട് കേക്ക് മുറിച്ചിട്ട് വായിൽ മാത്രമല്ല മൂക്കിലും കണ്ണിലും ഒക്കെ തള്ളി കൊടുക്കുക. അതൊരു ആചാരമാണ്. ഏറ് കൂടുക, കേക്ക് കൊണ്ട് ഏറ് കൂടിയിട്ട് അല്ലേ, ഈ സ്നോ ഇല്ലേ പിന്നെ വെടിപൊട്ടിച്ചിട്ട് കളറും മറ്റേ മഞ്ഞും എല്ലാം കൂടെ തെറിച്ച് വീഴുക തലയിൽ. അങ്ങനെ വെടിപൊട്ടിച്ചിട്ടും കേക്ക് തള്ളിയിട്ടും കുട്ടികൾ ചത്തുപോയിട്ടുണ്ട് വീടുകളിൽ. ഭീകരമായ ആഘോഷങ്ങൾ നടക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ പോലും നടക്കുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ കരിമരുന്നും ആനയെഴുന്നള്ളത്തുമാണ് നടക്കുന്നത്. ചുറ്റുവട്ടത്തൊക്കെ പാവങ്ങൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ. അവരെ സഹായിക്കാൻ ക്ഷേത്രങ്ങൾക്ക് സമയമില്ല. ഒരു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഒരു 4 പുസ്തകം മേടിച്ചു കൊടുക്കാൻ ക്ഷേത്രക്കാരോട് പറഞ്ഞാൽ പറയും ഇവിടെ ഇപ്പോൾ പൈസയൊന്നുമില്ലല്ലോ. ആ ക്ഷേത്രങ്ങളിൽ നോക്കുമ്പോൾ ഇന്നാൾ 2 ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ, ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് നടന്നത്, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മകൻ്റെ പിറന്നാളിന് അവിടെ ബിരിയാണി നടന്നു. ക്ഷേത്രത്തിൽ ബിരിയാണി വിളമ്പി, ചിക്കൻ ബിരിയാണി. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ അടിവശത്തുള്ള ഓഫീസിലെ കള്ളിയിൽ മുഴുവൻ കുപ്പികൾ നിരന്നിരിക്കുകയാണ്. കുറേ ബാക്കിയുണ്ട്. എന്നിട്ട് ആൾക്കാർ ഇത് ഞാൻ എടുക്കട്ടെ, ഒരുത്തിനെടുത്തപ്പോഴാണ് മറ്റോ കണ്ടത്. അങ്ങനെ തമ്മിലടിയായി അവിടെ. എനിക്കും വേണം കുപ്പി. അങ്ങനെയാണ് നാട്ടുകാർ വിവരറിഞ്ഞത്. അപ്പോൾ ക്ഷേത്രങ്ങൾ പോലും എന്തിനു വേണ്ടി എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ഇപ്പം ഒടുവിൽ നമ്മളെ നേതാവ് പറയുകയും ചെയ്തിരിക്കുന്നു, എല്ലാ ആളുകളും ക്ഷേത്രത്തിലേക്ക് പോയിക്കൊള്ളുക.
ഒരു കാലത്ത് പട്ടിപാത്തിയ കല്ലിന്മേൽ ചന്ദനം പൂശുന്നവനാണ് കേളപ്പൻ എന്ന് പാടിയ അതേ പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ന് പറയാണ് നമ്മുടെ സഖാക്കന്മാർ മുഴുവൻ ക്ഷേത്രങ്ങളിലേക്ക് പോകണം, ക്ഷേത്രം എന്തിനാ പറയാ, കൊള്ളയടിക്കാൻ, കക്കാൻ, പിടിച്ചു പറിക്കാൻ. ബാങ്കുകൾ മുഴുവൻ പിടിച്ചു പറിച്ച് കൊള്ളയടിച്ച് പാവങ്ങൾ കണ്ണീരും കഷ്ടപ്പാടും വേവലാതിയും മക്കളെ കെട്ടിക്കാനും വീടുണ്ടാക്കാനും അക്കരയിൽ പോയിട്ട് കാലങ്ങളോളം പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. ഒരു ചില്ലി കാശും കിട്ടാനില്ല. എത്ര ബാങ്കുകളാണെന്ന് അറിയാം, കോപ്പറേറ്റീവ് ബാങ്കുകൾ. എന്തിനെ സഹകരണം തുടങ്ങിയത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനം നിസ്വാർത്ഥമായിരിക്കണം. നമ്മുടെ ചുമതലയുള്ള ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ പ്രവർത്തകർ, ചുമതലയുള്ളവര് പ്രത്യേകിച്ച് നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലൂടെ സമൂഹത്തില് ത്യജേത് ഏകം കുലസ്യാർത്ഥ, എൻ്റെ ഈ ശരീരം, ഈ ഒറ്റപ്പെട്ട ശരീരം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്നതുപോലെ ജീവിക്കണം എന്നാ പറയാം. ഗ്രാമസ്യാർത്ഥേ ത്യജേ കുലം, എൻ്റെ കുടുംബത്തെ മുഴുവൻ ഞാൻ ഈ ഗ്രാമത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. ത്യജേ ഗ്രാമം, ഗ്രാമത്തിനെയും ത്യജിക്കണം. രാഷ്ട്രായ സ്വാഹ എന്നാണ്, ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്. ആത്മാർത്ഥയും പൃഥ്വിയും ത്യജേത്, എൻ്റെ ആത്മാവിനെ തന്നെ ഞാൻ നേദിക്കാൻ പോകുന്നത്, ത്യജിക്കാൻ പോകുന്നത് ഈ ഭൂമിക്ക് വേണ്ടിയിട്ടാണ്, ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള സന്യാസിമാരായിരുന്നു ഭാരതത്തെ നയിച്ചിരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള സന്യാസിമാര് രാഷ്ട്രം നയിക്കുന്ന സമയത്ത് എന്തെല്ലാം തരത്തിലുള്ള പേക്കോലങ്ങൾ കെട്ടിയിട്ടുള്ള ആളുകളാണ് മുന്നോട്ട് വരുന്നതെന്നറിയാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ കുടുംബയോഗത്തിൽ, ഈ സംഗമത്തിൽ പങ്കെടുത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ ദൃഢപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ നിസ്വാർത്ഥരായിട്ട്, നിഷ്കളങ്കരായിട്ട്, ത്യാഗികളായിട്ട്, സേവന തൽപരരായിട്ട് മാറുന്ന ജീവിതത്തിന് വേണ്ടിയിട്ട് വരുന്ന തലമുറയെ ചിട്ടപ്പെടുത്താനുള്ള ചട്ടവട്ടങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്തെല്ലാം തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മൾ ഉണ്ടാക്കണം. ചെറിയ കുട്ടികൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ മതപാഠശാലകളാവാം, ബാലഗോകുലങ്ങളാവാം, അതെല്ലാം ചിട്ടപ്പെടുത്തിക്കൊണ്ട് വരുന്ന തലമുറയെ നമുക്ക് അനുഗുണമാക്കി മാറ്റണം. ഭാരതമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കന്മാരുള്ള രാഷ്ട്രം, യുവതീ-യുവാക്കന്മാര്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രവും ഭാരതമാണ്. 143 കോടി ജനസംഖ്യ. ആ 143 കോടിയുടെ 23% യുവതയാണ്, യുവതീ-യുവാക്കന്മാരാണ്. ആ യുവതീ-യുവാക്കന്മാരെ മതപരിവർത്തനം നടത്തിയിട്ടും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കിയിട്ടില്ല. ബിവറേജ് എവിടെ വേണമെങ്കിലും തുറക്കും. ഇപ്പോൾ പല IT പാർലറുകളിലൊക്കെ ബിവറേജ് തുറന്നിട്ടുണ്ട്. ഇനി ക്ഷേത്രങ്ങളുടെ നടവരവ് ബിവറേജിലേക്ക് പോകുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടി, ക്ഷേത്രങ്ങളിൽ എത്താതെ എങ്ങനെ ബിവറേജിലേക്ക് കൊണ്ടുപോകാം. കേരളത്തിൽ എങ്ങനെയാണല്ലോ 2-3-4 കച്ചവടങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഒന്ന് ബിവറേജാണ്, മറ്റൊന്ന് ലോട്ടറിയാണ്, മറ്റൊന്ന് ക്ഷേത്രമാണ്. ഈ 3ഉം ബിസിനസ്സാണ്. പാവങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം നേരത്തെ എത്ര ശതമാനം കൊടുത്തിരുന്നു ഇതിൻ്റെ ഏജൻസിക്കൊക്കെ, ഇപ്പം എത്ര ശതമാനം കൊടുക്കുന്നുണ്ട്. തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്യുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. ഇനിയിപ്പോൾ നികുതി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, എല്ലാത്തിനും നികുതി വർദ്ധിക്കാൻ പോവുകയാണ്. അടിച്ചു പൊളിച്ച് ജീവിച്ചു, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ആ അടിച്ചുപൊളി കേരളം മുഴുവൻ യാത്ര ചെയ്ത് ബസ് പാർക്കും വേണ്ടാതെ എവിടെയോ സൈഡായി കിടക്കുക. കോടികൾ ആരുടെ സ്വത്താണിത്? ഇവിടെയുള്ള സാധാരണരായിരിക്കുന്ന പാവപ്പെട്ടവന്റെ നികുതിപ്പണം എടുത്തിട്ടാണ് സുഖമായിട്ട് ജീവിക്കുന്നത്, മണിമന്ദിരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, സുഖിയാന്മാരായിട്ട് കഴിയുന്നത്. ഇവിടെ തൊഴിലാളികൾ വിചാരിച്ചാൽ മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. തൊഴിലാളികൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ സമൂഹത്തിന് മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഭാരതീയ മസ്ദൂർ സംഘം ചിന്തിച്ചത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളി സംഖ്യയുള്ള ഭാരതീയ മസ്ദൂർ സംഘം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ, മാന്യ സച്ചിനാരായണന്റെ നേതൃത്വത്തിൽ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. നാളുകളിൽ ലോകത്തെ ഭരിക്കാൻ പോകുന്നത് ഈ തൊഴിലാളികൾ തന്നെയാണ്. അവിടെ ജാതിയും മതവും ഒന്നുമില്ല. ഇന്ന് പ്രസിഡന്റ് ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഏതാണ് ജാതി എന്ന് വേർതിരിച്ച് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. എല്ലാ ജാതിയിലും പെട്ട, എല്ലാ മതത്തിലും പറ്റ ആളുകൾ ഇന്ന് ഭാരതം ഭരിക്കുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു കാലത്ത് നമ്മുടെ രാഷ്ട്രത്തിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി വന്നിരുന്നത് 1975 അടിയന്തരാവസ്ഥയിൽ.
അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ആ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നുകൊണ്ട് തൻ്റെ ഏകാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ചെയ്തു കൂട്ടിയിട്ടുള്ള വിക്രസുകളിലൂടെ ആ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പ്രസ്ഥാനത്തിനെയും ഈ ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ സംഘടനകളും കൂടെ ഒത്തുചേർന്നു. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് 77 തെരഞ്ഞെടുപ്പിന് ശേഷം മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട്, അന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇല്ല, ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത്. അപ്പം ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കാൻ പറ്റി. അതേപോലെ ഭാരതത്തിലെ ഈ തൊഴിലാളി പ്രസ്ഥാനമടങ്ങുന്ന ഭാരതീയ ജനതാ പാർട്ടി ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉൾക്കൊള്ളുന്ന ആളുകളുടെ ചിന്തയിൽ ഭാരതം ഭരിക്കപ്പെടരുത്, അത്തരത്തിലുള്ള ആളുകൾ ഭാരതത്തിൽ അധികാരത്തിൽ വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലുള്ള എല്ലാ സംഘടനകളും കൂടെ ഒന്നിച്ചിട്ട് BJPക്കെതിരെ നിന്നത്. അത്ര ശക്തമായിട്ട് നിന്നിട്ടും ഇന്ന് വീണ്ടും അധികാരത്തിൽ വന്നു. അതിൽ അഭിമാനിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ സന്തോഷത്തിലാണ്. കേരളത്തിലൊക്കെ വളരെയേറെ വോട്ട് വർധനവുണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് സാധിച്ചു എന്ന് വരില്ല. ഇത് നേരെ തിരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അതിൻ്റെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മാറ്റി കാറ്റ് വീശിയേക്കാം. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം. ഇന്ന് വിചാരിക്കുന്ന ഒരു വോട്ടും ഉറപ്പിച്ചോളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളിലേക്ക് വന്നുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഉള്ളത് നിലനിൽക്കുകയും കാലിനടിയിലെ മണ്ണ് ചോർന്നു പോവാതെ നമ്മുടെ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യാൻ തൊഴിലാളികൾ സംഘടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിടയിലുള്ള എല്ലാ ഭേദഭാവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചു മുന്നോട്ട് പോകാൻ, ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞെന്നോ ഭേദബുദ്ധിയില്ലാതെ ഒന്നിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ ആസൂത്രിതമായിട്ട് നീക്കണം. അങ്ങനെ ഒന്നിച്ച് നീങ്ങാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും നമുക്ക് തമ്മിൽ ഉണ്ടായിക്കൊണ്ട് വരും കാലങ്ങളിൽ സംഗച്ഛത്വം സംവദത്വം സംവോമനാംസി ജാനത എന്ന് ഋഗ്വേദം പറയുന്നത് പോലെ ഒന്നിച്ച് യാത്ര ചെയ്യുക. സംഗച്ഛത്വം സംവദത്വം ഒരേപോലെ നമ്മൾ പറയുക, ചർച്ച ചെയ്യുക. സംവോമനാംസി ജാനത, നമ്മുടെ മനസ്സിൽ തോന്നുന്നൊക്കെ ഒരേ ചിന്തകളായിരിക്കണം. ദേവാഭാഗം യഥാപൂർവ്വേ സംജാനാന ഉപാസതയെന്നാണ്. പണ്ട് ദേവന്മാരെങ്ങനെയാണോ ഒന്നിച്ചു ചേർന്ന് ഒരേ ചിന്തയോടെ ഒരേ പ്രവൃത്തിയോടെ എതിരിട്ടിട്ട് അസുരന്മാരെ ഇല്ലാതാക്കി, അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാ ആസുരികതകളെയും ഇല്ലാതാക്കാൻ കുടുംബ സംവിധാനത്തെ നന്നാക്കുക. അതിനാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് കഥ പറഞ്ഞ് കൂടുകയും ഉറങ്ങുകയും ചെയ്യുന്ന വീടുകളായിട്ട് നമ്മൾ മാറണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഭീകര പ്രവർത്തനങ്ങളുടെയും ഒക്കെ പിടിയിൽ നിന്ന് നമ്മുടെ രാഷ്ട്രത്തിനെ മോചിപ്പിച്ച് നമ്മുടെ കുടുംബം, ചെറിയ ചെറിയ കുടുംബങ്ങൾ ചേർന്നാണ് രാഷ്ട്രം, അല്ലെ കുടുംബങ്ങൾ ചേർന്നാണ് ആ സമൂഹം ഉണ്ടാകുന്നത്. അതാണ് രാഷ്ട്രമായിട്ട് മാറുന്നത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ സുസ്ഥിതി എന്ന് പറയുന്നത് വ്യക്തികളുടെ സുസ്ഥിതിയാണ്. അതിൽ നിന്ന് കുടുംബത്തിൻ്റെ സുസ്ഥിതിയും അതിൽ നിന്ന് ആ സമൂഹത്തിനും രാഷ്ട്രത്തിനും സുസ്ഥിതി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ജീവിതമൊക്കെ ഹോമിച്ച തേങ്കടിജിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ ജീവിതം പഠിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ചുമതലാബോധത്തോടുകൂടി, കേവലം ചുമതലയിലിരിക്കുക എന്നുള്ളതല്ല, ചുമതലാബോധത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.